ഹായ് ബ്രിഡ്ജ് എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ UGC നെറ്റ് അറബിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണോ എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ്. നെറ്റ് സിലബസിലെ ഓരോ യൂണിറ്റും നമുക്ക് ഒരുമിച്ച് സിമ്പിളായി പഠിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ അതോ കുറച്ച് ടഫായിരുന്നോ? താഴെ കമന്റ് ചെയ്യണേ. ഇനി ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ വേണ്ടതെന്ന് തീർച്ചയായും നിർദ്ദേശിക്കണം. ഇതുപോലെ ഓരോ യൂണിറ്റും കവർ ചെയ്യുന്ന കൂടുതൽ ക്ലാസുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. ഹലോ, നമസ്കാരം. UGC നെറ്റ് അറബിക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അറബി സാഹിത്യ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. ഒരു വലിയ സാഹിത്യ തർക്കത്തിന് വിധി പറഞ്ഞ ആ വലിയ പണ്ഡിതൻ അൽ ആമിദിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതവും ആ ചരിത്രപരമായ വിധിയെഴുത്തും നമുക്ക് വിശദമായിട്ട് തന്നെ മനസ്സിലാക്കാം. പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. അതുകൊണ്ട് നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. നമുക്ക് നേരെ കഥയുടെ ഹൃദയത്തിലേക്ക് തന്നെ പോകാം. അക്കാലത്തെ സാഹിത്യലോകത്തെ മുഴുവൻ രണ്ടായി വിഭജിച്ചൊരു ചോദ്യം: ആരാണ് ഏറ്റവും മികച്ച കവി? അബൂ തമ്മാമോ അതോ അൽ ബുഖ്തിരിയോ? ഇതൊരു വെറും ചോദ്യമായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു സാഹിത്യ യുദ്ധം തന്നെയായിരുന്നു അത്. ഈ ഒരു വിഷയം നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പോകുന്നതെന്നറിയോ? ഒരു 5 സ്റ്റെപ്പുകളായിട്ട്. ആദ്യം നമ്മൾ ആ വലിയ സാഹിത്യ പോരാട്ടത്തെക്കുറിച്ച് സംസാരിക്കും. പിന്നെ ആ പോരാട്ടത്തിന്റെ വിധി പറയാൻ വന്ന ന്യായാധിപനെ, അതായത് ആമിദിയെ പരിചയപ്പെടും. തുടർന്ന് അദ്ദേഹത്തിന്റെ വിധിന്യായമായ കിതാബ് അൽ മുവസ്സന, പിന്നെ അദ്ദേഹത്തിന്റെ മറ്റ് പുസ്തകങ്ങൾ, അവസാനം അറബി സാഹിത്യത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? നമ്മുടെ ആദ്യത്തെ ഭാഗം ആ മഹത്തായ സാഹിത്യ പോരാട്ടം. കാരണം ഈയൊരു പോരാട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ നമുക്ക് അൽ ആമിദിയെക്കുറിച്ചോ അദ്ദേഹത്തിന്റെ പ്രസക്തിയെക്കുറിച്ചോ ശരിക്ക് പഠിക്കാൻ പറ്റില്ല. ഇത് വെറും 2 ആൾക്കാർ തമ്മിലുള്ള പ്രശ്നമായിരുന്നില്ല, മറിച്ച് 2 ആശയങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിരുന്നു. ഒരു വശത്ത് അബൂ തമ്മാം. അദ്ദേഹത്തിന്റെ കവിതകൾ ഭയങ്കര സങ്കീർണമായിരുന്നു, നിറയെ അലങ്കാരങ്ങളും പുതിയ പ്രയോഗങ്ങളും. അതിന് പലരും കൃത്രിമം എന്നുവരെ വിളിച്ചു. എന്നാൽ മറുവശത്ത് അൽ ബുഖ്തിരി. അദ്ദേഹത്തിന്റെ ശൈലി വളരെ സ്വാഭാവികവും ലളിതവുമായിരുന്നു. അത് സാധാരണക്കാർക്ക് പോലും പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ വലിയൊരു തർക്കത്തിന് ഒരു തീർപ്പ് കൽപ്പിക്കാൻ, കൃത്യമായൊരു ഉത്തരം നൽകാൻ ഒരാൾ മുന്നോട്ട് വന്നു. നമ്മുടെ ഈ കഥയിലെ നായകൻ. അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. അൽ ആമിദി. ഇനി പറയുന്ന കാര്യങ്ങൾ പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് നോട്ട് ചെയ്തോളൂ. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അബുൽ കാസിം അൽ ഹസൻ ഇബ്നു ബിഷ്ർ അൽ ആമിദി എന്നാണ്. അദ്ദേഹത്തിന് അൽ ആമിദി എന്ന പേര് വന്നത് ഇന്നത്തെ തുർക്കിയിലുള്ള ആമിദ് എന്ന സ്ഥലത്തു നിന്നാണ്. അവിടെയായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബപേരുകൾ. പക്ഷേ അദ്ദേഹം ജനിച്ചതും മരിച്ചതും ബസ്രയിലായിരുന്നു. അദ്ദേഹത്തിന് ഇത്രയും അറിവ് എവിടെ നിന്ന് കിട്ടി എന്നല്ലേ? അദ്ദേഹം പഠിച്ചത് ബാഗ്ദാദിലെ അന്നത്തെ ഏറ്റവും വലിയ പണ്ഡിതന്മാരുടെ കീഴിലായിരുന്നു. അസ്സജ്ജാജ്, അൽ അഖ്ഫഷ്, ഇബ്നു ദുറൈദ്, ഇബ്നു സിറാജ്, ഇവരൊക്കെ അക്കാലത്തെ ലെജൻസായിരുന്നു. അപ്പോൾ അത്രയും ശക്തമായൊരു വിജ്ഞാനത്തിന്റെ അടിത്തറ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോയിന്റിലേക്കാണ് നമ്മൾ വരുന്നത്. അല്ലാമിദി തന്റെ എഴുത്തിൽ ആരെയാണ് ഫോളോ ചെയ്തിരുന്നതെന്നറിയോ? മഹാനായ അൽ ജാഹിലിനെ. ഇത് അദ്ദേഹത്തിന്റെ ചിന്താരീതിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ബൗദ്ധിക പാരമ്പര്യത്തെക്കുറിച്ചും നമുക്ക് വലിയൊരു സൂചന തരുന്നുണ്ട്. ഇനി നമ്മൾ എത്തുന്നത് ക്ലൈമാക്സിലേക്കാണ്. അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ വലിയ സാഹിത്യയുദ്ധത്തിന് വിധി പറയാൻ വേണ്ടി മാത്രം അദ്ദേഹം എഴുതിയൊരു പുസ്തകം, കിതാബ് അൽ മുവാസന ബൈന അബി തമ്മാം വൽ ബുഖ്തുരി. അതായത് അബൂ തമ്മാമും ബുഖ്തുരിയും തമ്മിലുള്ളൊരു താരതമ്യ പഠനം. അദ്ദേഹം വെറുതെ ഒരു അഭിപ്രായം പറയുകയല്ല ചെയ്തത്. അദ്ദേഹത്തിന്റെ രീതി എത്രത്തോളം സിസ്റ്റമാറ്റിക് ആയിരുന്നു എന്ന് നോക്കൂ. സ്റ്റെപ്പ് 1, അദ്ദേഹം 2 കവികളുടെയും ആരാധകരുടെ വാദങ്ങൾ അതേപടി അവതരിപ്പിക്കുന്നു. സ്റ്റെപ്പ് 2, അബൂ തമ്മാമിന്റെ തെറ്റുകളും കോപ്പിയടികളും പഠിക്കുന്നു. സ്റ്റെപ്പ് 3, അതുപോലെ തന്നെ ബുഖ്തിരിയുടെ കാര്യവും പരിശോധിക്കുന്നു. ഇതിനെല്ലാം ശേഷമാണ് സ്റ്റെപ്പ് 4-ൽ അദ്ദേഹം തന്റെ വിശദമായ താരതമ്യത്തിലേക്ക് കടക്കുന്നത്. അന്നത്തെ കാലത്ത് ഇതൊരു വിപ്ലവകരമായ രീതിയായിരുന്നു. അപ്പോൾ ഇത്രയും കൃത്യമായൊരു പഠനം നടത്തിയിട്ട് എന്തായിരുന്നു വിധി? ഇവിടെയാണ് കഥയിലെ ഒരു ട്വിസ്റ്റ്. അദ്ദേഹത്തിന് ബുഖ്തുരിയോടൊരു പ്രത്യേക ഇഷ്ടം, ഒരു പക്ഷപാതമുണ്ടായിരുന്നുവെന്ന് ആളുകൾ പറഞ്ഞു തുടങ്ങി. ഈയൊരു ആരോപണം ഇന്നും സാഹിത്യലോകത്ത് വലിയൊരു ചർച്ചാവിഷയമായി നിലനിൽക്കുന്നു. പക്ഷേ അൽ ആമിദി എന്ന് പറഞ്ഞാൽ അൽ മുവാസന മാത്രമല്ല, അദ്ദേഹത്തിന് വേറെയും ഒരുപാട് സംഭാവനകളുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ ആ ലൈബ്രറിയിലേക്ക് ഒന്ന് കയറി നോക്കാം. ഈ പുസ്തകങ്ങളുടെ ലിസ്റ്റ് ഒന്ന് നോക്കിയേ. എന്തുമാത്രം വിഷയങ്ങളിലാണ് അദ്ദേഹത്തിന് പാണ്ഡിത്യമുണ്ടായിരുന്നത്. ഇതിൽ 2 എണ്ണം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, ഖുദാമയുടെ കാവ്യനിരൂപണത്തിലെ തെറ്റുകൾ. 2, ഇബ്നു തുബാത്തബയുടെ പുസ്തകത്തിലെ തെറ്റുകൾ.
അതായത് അക്കാലത്തെ മറ്റു വലിയ നിരൂപകരെ തിരുത്താൻ പോലും അദ്ദേഹത്തിനൊരു മടിയും ഉണ്ടായിരുന്നില്ല. അത് തന്നെ അദ്ദേഹത്തിന്റെ കോൺഫിഡൻസിന്റെ ലെവൽ കാണിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്താണ് അലാമിദയുടെ ഏറ്റവും വലിയ സംഭാവന? അറബി സാഹിത്യ നിരൂപണത്തിന് അദ്ദേഹം നൽകിയത് ഒരു കാലത്തും മാഞ്ഞുപോകാത്ത ഒരു അടിത്തറയാണ്. അദ്ദേഹത്തിന്റെ പൈതൃകം അത്രത്തോളം വലുതാണ്. അദ്ദേഹത്തിന്റെ കഴിവിനെക്കുറിച്ച് ഏറ്റവും നന്നായി പറഞ്ഞത് ആരാണെന്നറിയോ? പ്രശസ്ത പണ്ഡിതനായ യാഹൂത്ത് അൽ ഹമവിയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേട്ടുനോക്കൂ. ആമിദിക്ക് കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരുന്നു, നല്ല അറിവുണ്ടായിരുന്നു, സാഹിത്യത്തിലും ഭാഷയിലും ചരിത്രത്തിലുമെല്ലാം വിശാലമായ പാണ്ഡിത്യമുണ്ടായിരുന്നു. ഇതിലും വലിയൊരു സർട്ടിഫിക്കറ്റ് വേറെ കിട്ടാനുണ്ടോ? ഈ കഥ മുഴുവൻ കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വരുന്നില്ലേ? ഒരു സാഹിത്യ നിരൂപണത്തിന് എപ്പോഴെങ്കിലും 100% വസ്തുനിഷ്ഠമാകാൻ സാധിക്കുമോ? അല്ലാമീഡിയുടെ കഥ നമ്മളെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്നൊരു ചോദ്യമാണിത്. ഇതിനെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും ചിന്തിക്കണം. നിങ്ങളുടെ പഠനത്തിന് എല്ലാവിധ ആശംസകളും. നന്ദി. അപ്പോ നമ്മൾ പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയാലോ? ഈ വിഷയത്തിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും അല്ലേ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇനി എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും? നിങ്ങളുടെ പഠനത്തിന് ഒരു മുതൽക്കൂട്ടാകാൻ പറ്റിയ ഒരു വഴിയുണ്ട്. അതാണ് ബ്രിഡ്ജ് 6 എഡ്യൂക്കേഷന്റെ ഈ പുതിയ പ്രിന്റഡ് ബുക്ക്. ഈ ബുക്കിനെ സ്പെഷ്യൽ ആക്കുന്നത് ഇതിന്റെ ഉള്ളടക്കം തന്നെയാണ്. നമ്മുടെ ഓരോ ക്ലാസ്സിലെയും പോയിന്റ്സും കഴിഞ്ഞ 5 വർഷത്തെ നെറ്റ് എക്സാം ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. ഈ ബുക്കിന്റെ ഒരു കോപ്പി ഓർഡർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓർഡർ ചെയ്യാൻ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്താൽ മതി. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിലെ ഈ പുസ്തകം ഒരു വലിയ സഹായമാകട്ടെ. നിങ്ങളുടെ പഠനത്തിനും ശോഭനമായ ഭാവിക്കും എന്റെ എല്ലാവിധ ആശംസകളും. അപ്പോ അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.